ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, സിയാദ്. ഹലോ, ഓഡിബിൾ ആണ്? ഓക്കെ, നിങ്ങൾ എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തത്? ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ബികോമിന്റെ 5th സെമസ്റ്ററിൽ നിങ്ങൾക്കുള്ള ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇൻകം ഫ്രം സാലറി. നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇൻകം ഫ്രം സാലറി. ഒരു എസ് എ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ഇതിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് തന്നെ ഈ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ ചാപ്റ്റർ എടുക്കാം. നമ്മൾ ഇൻകം ടാക്സിനെ 5 ഹെഡായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സിൽ ഇൻകത്തെ 5 ഹെഡായിട്ട് തിരിച്ചു അല്ലേ? അത് ഓർമ്മയില്ലേ ഏതൊക്കെയാണെന്ന്? ഒരാളുടെ വരുമാനത്തെ നമുക്ക് 5 ഹെഡായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തതാണ് ഇൻകം ഫ്രം സാലറി. നമുക്ക് വരുമാനം ഉണ്ടാവുന്ന ഒരു സോഴ്സ് ആണ് ജോലി ചെയ്തിട്ടുള്ള വരുമാനം, അതിന്റെ സാലറി അല്ലേ? ജോലി ചെയ്തിട്ടുള്ള വരുമാനം എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയർക്ക് കീഴിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ് സാലറി എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാപനം തുടങ്ങിയിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് സാലറി അല്ല. നമുക്ക് സാലറി എന്ന് പറയുന്ന എപ്പോഴാണ്? നമ്മൾ മറ്റൊരാൾക്ക് കീഴിൽ ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങുകയാണെങ്കിൽ അതിനാണ് സാലറി എന്ന് പറയാം. അപ്പൊ അതില് ഇൻകത്തെ നമ്മൾ 5ആയി തിരിച്ചു. അതിൽ ഒന്നാമത്താണ് ഇൻകം ഫ്രം സാലറി. മറ്റുള്ള ഹെഡുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഏതൊക്കെയാണ്? രണ്ടാമത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി, വീട് അല്ലെങ്കിൽ ബിൽഡിങ് വാടകയ്ക്ക് കൊടുത്തിട്ട് കിട്ടുന്ന വരുമാനമാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന വാടകയാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് പരിഗണിക്കുന്നത്. അത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ രീതികൾ നമുക്ക് പഠിക്കാനുണ്ട്. വാടക ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടാവും. ആ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടാവും. കാരണം ആ വീടിന് അതുപോലുള്ള ബിൽഡിങ്ങൾക്ക് എത്ര വാടകയുണ്ടോ അതിന്റെ വാല്യൂവിന്റെ ബേസിലൊക്കെ അതിന്റെ വാല്യൂ നമുക്ക് കണക്കാക്കുന്നുണ്ട്. സോ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ പഠിക്കും. പിന്നെ ഉള്ളതാണ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. വരുമാനത്തിന്റെ മൂന്നാമത്തെ സോഴ്സ് ആണ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ. ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലാഭം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ചെയ്യുന്ന അല്ലേ, ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിനാണ് നമ്മൾ ബിസിനസ് എന്ന് പറയാം. അതിൽ ബിസിനസിന്റെ ഡെഫിനിഷൻ ഇൻകം ടാക്സ് ആക്ടില് ബിസിനസിന് പ്രത്യേകം ഡെഫിനിഷൻ ഉണ്ട്. അത് ലാഭ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിൽ ബിസിനസ്സിൽ വരുന്നുണ്ട്. ഈവൻ അത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തണമെന്നില്ല. അത് ഒരു ലാഭം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു സാധനം വാങ്ങുകയും അത് ലാഭം ഉണ്ടാക്കുകയും ചെയ്താൽ അത് ബിസിനസ് ആയിട്ട് പരിഗണിക്കും. സോ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ളതാണ് അടുത്ത ഹെഡ്. അതിൽ ബിസിനസ് മാത്രമല്ല പ്രൊഫഷൻ വരുന്നുണ്ട്. ആരുടെ പ്രൊഫഷൻ നിങ്ങൾക്കറിയാം, ഒരു ഒക്കുപേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് ട്രെയിനിങ്. ഉദാഹരണത്തിന് ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇതൊക്കെ പ്രൊഫഷനാണ്.
അവര് ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുകയാണെങ്കിൽ അവരുടെ സാലറി ഇൻകമാണ്. പക്ഷെ അവർ സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങി, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, അതിൽ നിന്നുള്ള വരുമാനമാണെങ്കിൽ അത് അയാളുടെ പ്രൊഫഷണൽ ഇൻകമാണ്. ഓക്കെ, ദെൻ പിന്നെയുള്ള അടുത്ത ഹെഡാണ്, നാലാമത്തെ ഹെഡാണ് എന്ത്? ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തുണ്ടാവുന്ന വരുമാനം. നിങ്ങളുടെ ഭൂമിയോ സ്ഥലമോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വർണ്ണോ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ അസറ്റുകളൊക്കെ വിറ്റിട്ട് അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകുന്ന വരുമാനമാണ് ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ നാലിലും വരാത്ത സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഈ നാലിലും വരാത്ത ബാക്കിയുള്ള എന്ത് വരുമാനങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള അഞ്ചാമത്തെ ഹെഡിൽ വരും. ഓക്കെ, അങ്ങനെ 5 ഹെഡായിട്ട് തിരിച്ചിട്ടുണ്ട് ഇൻകത്തെ. അതില് ഒന്നാമത്തേതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇൻകം ഫ്രം സാലറി ആണ്. ഇൻകം ഫ്രം സാലറിയുടെ സെക്ഷൻ 15 to 17. സെക്ഷൻ ഓർത്ത് വെക്കണം, 15 മുതൽ 17 വരെയാണ് ഇൻകം ഫ്രം സാലറി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സാലറി എന്ന്. എന്താ സാലറി? സാലറി എന്ന് പറഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന റെമ്യൂണറേഷൻ ആണ്. എന്തിന്? അയാള് ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയാണ്, അല്ലെ സാലറി എന്ന് പറഞ്ഞാൽ. Any remuneration paid by an employer to his employee in consideration of his service is called salary. എംപ്ലോയർ എംപ്ലോയിക്ക് എംപ്ലോയി നൽകുന്ന സേവനങ്ങൾക്കുള്ള കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നതാണ്, അതിനുള്ള റെമ്യൂണറേഷൻ ആണ് സാലറി. നമ്മൾ പറഞ്ഞു സാലറിയുടെ സെക്ഷൻ 15 to 17 ആണ്. അതിൽ സെക്ഷൻ 15 ആണ് സാലറിയുടെ ബേസിസ് ഓഫ് ചാർജ് ഡിഫൈൻ ചെയ്യുന്നത്. ബേസിസ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇൻകം സാലറി എന്നുള്ള ഹെഡില് വരും, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം എന്താണ്. അണ്ടർ സെക്ഷൻ 15, the following incomes shall be chargeable to income tax under the head salary. സെക്ഷൻ 15 പ്രകാരം ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 15 സാലറിയുടെ ബേസിസ് ഓഫ് ചാർജ് പറയുന്നത്. അതിൽ പറയുന്നു ഇൻകം ടാക്സിന് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിൽ ചാർജ് ചെയ്യുന്ന വരുമാനങ്ങൾ താഴെ പറയുന്നതാണ്. ഒന്ന്, എനി സാലറി ഡ്യൂ ഫ്രം എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ടു ആൻ SSC ഇൻ ദ പ്രീവിയസ് ഇയർ. SSC എന്ന് പറഞ്ഞാൽ ആരാന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളെയാണ് SSC എന്ന് പറയാം. SSC is a person who is liable to pay tax. അപ്പൊ ഒരു SSCക്ക് ഒരു എംപ്ലോയറുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയറുടെ അടുത്തുനിന്ന് എന്തെങ്കിലും സാലറി ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ വരും. ഒരു എംപ്ലോയർ അവൻ ജോലി ചെയ്യുന്ന ഏത് സ്ഥാപനത്തിലാണോ ഇപ്പൊ ജോലി ചെയ്യുന്നത് അവിടുന്ന് അല്ലെങ്കിൽ അതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നാണ് എന്തെങ്കിലും എമൗണ്ട് ഡ്യൂ ആയി കഴിഞ്ഞാൽ അത് ഇതിൽ വരും, സാലറി എന്നുള്ള ഇതിൽ വരും. കിട്ടണമെന്നില്ല, ഡ്യൂ ആയാൽ മതി. വെദർ പെയ്ഡ് ഓർ നോട്ട്, അത് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കാര്യമല്ല, ഡ്യൂ ആയി കഴിഞ്ഞാൽ മതി. ഇത് രണ്ടാമതാണ് എനി സാലറി പെയ്ഡ് ഓർ അലൗഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ദോ നോട്ട് ഡ്യൂ ഓർ ബിഫോർ ഇറ്റ് ബിക്കംസ് ഡ്യൂ. രണ്ടാമത് പറഞ്ഞത് ഇതുപോലെ ഒരു എംപ്ലോയറുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയറുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ എംപ്ലോയർക്ക് വേണ്ടി ഒരാൾ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്, സാലറി ആയിട്ട് തന്നു, അത് ഡ്യൂ ആയിട്ടൊന്നുമില്ല. ഡ്യൂ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അഡ്വാൻസ് ആയിട്ട് തന്നതാണ്. ഓക്കെ, ഡ്യൂ ആവുന്നതിന് മുമ്പ് തരുന്നതിന് അഡ്വാൻസ് സാലറി എന്ന് പറയാം. അപ്പൊ ഡ്യൂ ആവുന്നതിന് മുമ്പ് തന്നിട്ടുണ്ട്. അപ്പൊ ഡ്യൂ ആയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഡ്യൂ ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാലറിയാണ്, അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടില്ല ഡ്യൂ ആയിട്ടേ ഉള്ളൂ എങ്കിലും അത് സാലറിയാണ്. ദെൻ മൂന്നാമത് എന്താ പറയുന്നത്? എനി അരിയർ സാലറി പെയ്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. Any arrear of salary paid in the previous year by on or behalf of an employer or former employer, if not charged to tax in the period which it relates. അതായത് അരിയർ സാലറി. എന്താ അരിയർ സാലറി പറഞ്ഞാല്? അരിയർ സാലറി എന്ന് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് അന്ന് സാലറി കിട്ടാത്തതാണ്, പിന്നീട് കിട്ടുന്നതാണ് അരിയർ സാലറി. ഓക്കെ, അരിയർ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നില്ലേ? അപ്പൊ അങ്ങനെ അരിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും സാലറിയിൽ വരും. അത് അരിയർ ആയിട്ട് കിട്ടി എന്ന് പറയുമ്പോൾ അന്നതിന് ടാക്സ് അടിച്ചിട്ടുണ്ടാവില്ല, അന്നതിന് സാലറി ഡ്യൂ ആയിട്ടില്ല, കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ അതിന് ടാക്സ് അടച്ചിട്ടുണ്ടാവില്ല. കാരണം അന്ന് നമുക്ക് ആ സാലറി കിട്ടാനുള്ള പ്രൊവിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വിത്ത് റീട്രോസ്പെക്റ്റീവ് ഇഫക്റ്റില് സാലറി പരിഷ്കരണമൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ അരിയർ സാലറി ഒക്കെ കിട്ടുക. അല്ലെങ്കിൽ ചില സ്റ്റാഫ് ഗവൺമെന്റ് സാലറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ചില പേപ്പർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് സാലറി അങ്ങനെ കിട്ടാതെ കിടക്കുക. അത് പിന്നീട് ഒന്നിച്ച് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ അതിനെയാണ് അരിയർ സാലറി എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് കിട്ടാത്തിരുന്ന സമയത്ത് ആ വർഷം നമ്മൾക്ക് അത് കിട്ടുമോ ഇല്ലയോ ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ അതിന് ടാക്സ് അടച്ചിട്ടുണ്ടാവില്ല. അത് ഡ്യൂ ആയിട്ടില്ല, റിസീവ് ആയിട്ടില്ല. അപ്പൊ അത് എന്നാണോ റിസീവ് ചെയ്യുന്നത് ആ സമയത്ത് അത് ടാക്സ് അടക്കേണ്ടി വരും. അപ്പൊ ഇതാണ് സെക്ഷൻ 15 പറയുന്നത് സാലറി ബേസിസ് ഓഫ് ചാർജ്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പറഞ്ഞത് സാലറി ഒരു എംപ്ലോയർ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയർ അടുത്തുനിന്ന് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് ടാക്സിബിൾ ആണ്. രണ്ടാമത് പറഞ്ഞത് ഡ്യൂ ആയിട്ടില്ല പക്ഷെ റിസീവ് ചെയ്തിട്ടുണ്ട്, അതായത് അഡ്വാൻസ് സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടാക്സിബിൾ ആണ്. മൂന്നാമത് പറഞ്ഞത് അരിയർ സാലറിയായി കിട്ടിയാൽ, അതായത് കിട്ടാതെ കിടന്നിരുന്ന എമൗണ്ട് പിന്നീട് ഒന്നിച്ച് കിട്ടിയതാണ് അരിയർ സാലറി, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ടാക്സിബിൾ ആണ്. ഇത്രയാണ് ബേസിസ് ഓഫ് ചാർജിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഡെഫിനിഷൻ ഓഫ് സാലറി. സാലറിയുടെ ഡെഫിനിഷൻ. സാലറിയുടെ ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 17 സെക്ഷൻ 15 നമ്മൾ പറഞ്ഞു. 15 ബേസിസ് ഓഫ് ചാർജ് ആണ് പറയുന്നത്. പിന്നെ സെക്ഷൻ 16 ഉണ്ട്. 16 സെക്ഷൻ സാലറി എന്നുള്ള ഡിഡക്ഷൻസ് ഫ്രം സാലറി ഒക്കെയാണ് സെക്ഷൻ 16 പറയുന്നത്. പിന്നീടുള്ളത് സെക്ഷൻ 17 ആണ്. സെക്ഷൻ 17 സാലറിയുടെ ഡെഫിനിഷൻ പറയുന്നു. സെക്ഷൻ 17 സബ്സെക്ഷൻ 1 ആണ്. As per section 17 subsection 1 of Income Tax Act 1961, salary includes the following. സാലറി എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാണ്? ഡെഫിനിഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്, സാലറി ഇൻക്ലൂഡ്സ് എന്നാണ്. സാലറിയിൽ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ വരും. ഒന്ന് വേജ് കൂലി, അല്ലെ? സാധാരണ നമ്മൾ വേജ് എന്ന് പറയുന്നത് ഡെയിലി കിട്ടുന്നതിന് വേജ് എന്നും മന്ത്ലി കിട്ടുന്നതിന് സാലറി എന്നും അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ വേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാലറിയിൽ വരും. ഇനി ആന്വിറ്റി ഓർ പെൻഷൻ അല്ലെങ്കിൽ ആന്വിറ്റി എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഇങ്ങനെ ഒന്നിച്ച് ഒരു കൂട്ടി കിട്ടുന്ന സംഭവമാണ് ആന്വിറ്റി ഓർ പെൻഷൻ. ഇതൊക്കെ സാലറിയിൽ വരുന്നതാണ്. ഇനി ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് സമയത്ത് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു വലിയ തുക ഉണ്ടാവും. ഇത്രയും കാലം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതിന് ഒരു പാരിതോഷികം എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട് ഗ്രാറ്റുവിറ്റി. അത് ടാക്സബിൾ ആണ്. എനി ഫീസ്, കമ്മീഷൻ, പെർക്വിസിറ്റ്സ് ഓർ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീസ്, കമ്മീഷൻ, പെർക്വിസിറ്റ്സ് ഇങ്ങനെയൊക്കെ റിസീവ് ചെയ്യുന്നത്. പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അല്ലാത്ത രീതിയിൽ എംപ്ലോയിക്ക് കൊടുക്കുന്നതൊക്കെയാണ് പെർക്വിസിറ്റ്. ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണമെന്നില്ല, ക്യാഷ് അല്ലാത്ത രീതിയിൽ പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ആ സൗകര്യങ്ങളെയാണ് പെർക്വിസിറ്റ് എന്ന് പറയാം. ഓർ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി സാലറിക്ക് പകരം ആയിട്ട് കൊടുക്കുന്ന ചില കാര്യങ്ങൾ. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, ഇൻ ലിeu എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് എന്നുള്ള അർത്ഥമാണ്. സാലറിക്ക് പകരം എന്ന് പറഞ്ഞിട്ട് ചില പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയുടെ ഡെഫിനിഷൻ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ പഠിക്കാനുണ്ട്. അതായത് പ്രീവിയസ് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നത്, അതുപോലെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് റിസീവ് ചെയ്യുന്നത്, അതൊക്കെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ വരുന്നതാണ്. അതുപോലെ കോമ്പൻസേഷൻ, ജോലി നഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന കോമ്പൻസേഷൻ ഒക്കെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയുടെ ഭാഗമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സാലറിയിൽ വരും. നെക്സ്റ്റ് എനി അഡ്വാൻസ് ഫോർ സാലറി. അഡ്വാൻസ് ആയിട്ട് സാലറി കിട്ടിയില്ലെങ്കിൽ അതും സാലറിയിൽ വരും. എനി പേയ്മെന്റ് റിസീവ്ഡ് ബൈ എംപ്ലോയി while in service in respect of any period of leave not availed by him, that is leave encashment. ലീവ് എൻകാഷ്മെന്റ് ഉണ്ടെങ്കിൽ അതും സാലറിയിൽ വരും. എന്താ ലീവ് എൻകാഷ്മെന്റ് പറഞ്ഞാല്? ലീവ് എൻകാഷ് ചെയ്യാവുന്ന ലീവ് ഉണ്ടാവും, അല്ലെ? എൻകാഷ് ചെയ്യാവുന്ന ലീവ്, കമ്മ്യൂട്ടഡ് ലീവ് ഒക്കെ ഉണ്ടാവും. കമ്മ്യൂട്ടഡ് ലീവ്, ആ ലീവ് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സാലറി നഷ്ടമൊന്നും വരില്ല ലീവ് എടുത്തെന്ന് കരുതിയിട്ട്. സാധാരണ ഒരു വർഷത്തിൽ 30 ലീവ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. ആ 30 ലീവ് എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് എടുത്താല് ആ ലീവ് നഷ്ടപ്പെടും, സാലറി നഷ്ടപ്പെടുന്നില്ല. എന്നാൽ ആ ലീവ് എടുത്തില്ലെങ്കിൽ ഒരു മാസം, 30 ലീവ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തല്ലേ,
ഒരു മാസത്തെ സാലറി നമുക്ക് അധികം കിട്ടും. അപ്പൊ കമ്മ്യൂട്ടഡ് ലീവ് നമ്മൾ എടുക്കാതെ നിന്നാൽ അത് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാം. ഓക്കെ, അതിനാണ് എൻഗാജ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയാം. അങ്ങനെ അതുണ്ടെങ്കിൽ അതും ടാക്സബിൾ ആണ്, നമ്മുടെ സാലറിയുടെ കൂട്ടത്തിൽ കൂട്ടണം, ടാക്സബിൾ ഇൻകം ആണ്. അതുപോലെ ആനുവൽ അക്രീഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇതൊക്കെയാണ് ആനുവൽ അക്രീഷൻ എന്ന് പറയുന്നത്. അതും ടാക്സബിൾ ആണ്. ദെൻ ട്രാൻസ്ഫേർഡ് ബാലൻസ്. Transferred balance means when unrecognized provident fund is recognized for the first time, the balance standing in the credit of employees' provident fund at the time of the recognition is called a transferred balance. Transferred balance എന്ന് പറഞ്ഞാൽ ഈ provident fund, recognized provident fund, unrecognized provident fund ഒക്കെ ഉണ്ട്. ഇൻകം ടാക്സ് കമ്മീഷൻ അംഗീകരിച്ച provident fund ആണ് recognized provident fund. അംഗീകാരം ഇല്ലാത്തതാണ് unrecognized provident fund. ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിനെ പിന്നീട് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിലുണ്ടാകുന്ന ബാലൻസ് എമൗണ്ടിനെയാണ്. അപ്പൊ അതിലേക്ക് ഓൾറെഡി കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ഉണ്ടാവും. അപ്പൊ ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതിന്റെ ഇൻട്രസ്റ്റ് കൂടെ ആ എമൗണ്ട് ഇപ്പൊ റെക്കഗ്നൈസ്ഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഡിസ്കസ് ചെയ്തത് സാലറി മനസ്സിലാക്കി വെക്കേണ്ട ചില ഇമ്പോർട്ടന്റ് പോയിന്റ്. സ്റ്റക്ക് ആവുന്നുണ്ട്. ഇപ്പൊ വോയിസ് ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, നമ്മൾ അവസാനം എവിടെ പറഞ്ഞിരുന്നത്? എവിടുന്ന സ്റ്റക്ക് ആയത്? സാലറിയുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് തുടങ്ങിയപ്പോഴേക്ക് സ്റ്റക്ക് ആയില്ലേ? നിങ്ങൾ ക്ലാസ് ഓക്കെ, ശ്രദ്ധിക്കാം. സം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് റിഗാർഡിംഗ് സാലറി. സാലറി എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വേജ് ഓഫ് ലേബർ ആൻഡ് സാലറീസ് ഓഫ് ഹൈ ക്ലാസ്. ഇവിടെ സാലറിയിൽ തൊഴിലാളി ഹൈ ഒഫീഷ്യൽസ് ആണോ അല്ലെങ്കിൽ ലോവർ ക്ലാസ് ആണോ തുടങ്ങിയിട്ടുള്ള ഒരു ചോദ്യമൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെയാണ്. റൂള് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. അതിൽ ഹൈ ക്ലാസ് സാലറി ആണോ ലോ സാലറി ആണോ എന്നുള്ളതൊന്നും വിഷയമല്ല. ഇപ്പൊ വേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും സെയിം ആണ്, വേജും സാലറി ഒക്കെ സെയിം ആണ്. ദെൻ സാലറി ഫ്രം ഫോറിൻ ഗവൺമെന്റ് ഈസ് ടാക്സബിൾ. ഫോറിൻ ഗവൺമെന്റ് എന്നുള്ള സാലറി ആണെങ്കിലും ഇവിടെ ടാക്സബിൾ തന്നെയാണ്. സാലറി ഇന്ത്യൻ ഗവൺമെന്റ് എന്നുള്ളതാണെങ്കിലും ഫോറിൻ ഗവൺമെന്റ് എന്നുള്ളതാണെങ്കിലും പ്രൈവറ്റിൽ നിന്നുള്ളതാണെങ്കിലും ഒക്കെ ഇന്ത്യയിൽ റെസിഡന്റ് ആണെങ്കിൽ ഇവിടെ ടാക്സബിൾ ആയിരിക്കും. Then employee-employer relationship is necessary. സാലറി എന്നുള്ള ഹെഡിൽ വരണമെന്നുണ്ടെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതില്ലെങ്കിൽ അത് സാലറി എന്നുള്ള ഹെഡിൽ വരില്ല. ഉദാഹരണത്തിന് ഒരു MLA അല്ലെങ്കിൽ MP അവർക്ക് കിട്ടുന്ന സാലറി, അവരുടെ സാലറി എന്നുള്ള ഹെഡിൽ വരുന്നില്ല. കാരണം അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല.
എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. കാരണം ആരാ എംപ്ലോയർ? അവര് ഗവൺമെന്റിന്റെ അല്ലെ, ഗവൺമെന്റ് എന്നാണ് സാലറി. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ബോഡി തന്നെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അവരാണ് ഭരിക്കുന്നത്. സോ അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് എടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഒരു ഡോക്ടർ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ സാലറി ഇൻകം ആണ്. എന്നാൽ അയാൾ സ്വന്തം ക്ലിനിക്ക് തുടങ്ങിയിട്ട് അവിടുന്ന് ഫീസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ സാലറി ഇൻകം അല്ല, അത് അയാളുടെ പ്രൊഫഷണൽ ഇൻകം ആണ്. ഇൻകം ഫ്രം പ്രൊഫഷൻ അവരെ. ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ അടുത്തത് സാലറി ഓഫ് പാർട്ട്ണർ ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരു പാർട്ട്ണർ ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ്. അപ്പൊ അതിലുള്ള പാർട്ട്നേഴ്സിന് സാലറി ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും വർക്കിംഗ് പാർട്ട്നേഴ്സിന് ഇത്ര സാലറി കൊടുക്കണമെന്ന്. അങ്ങനെ കിട്ടുന്ന സാലറി അവരുടെ സാലറി ഇൻകം ആയിട്ടല്ല പരിഗണിക്കുക. കാരണം അവര് എല്ലാവരും കൂടെ ചേർന്ന ഒരു ബിസിനസ് നടത്തുന്നത്. അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ ബിസിനസ് നടത്താണ്, അല്ലാതെ മറ്റൊരു എംപ്ലോയർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യല്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ അത് അവരുടെ പ്രൊഫഷണൽ ഇൻകം, ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിലാണ് വരിക. ബിസിനസ് ഇൻകം ആണ്. ഓക്കെ. അപ്പൊ അത് ഏത് ഹെഡിലാണ് വരിക? അണ്ടർ ദ ഹെഡ് ബിസിനസ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിലാണ് വരിക. ദെൻ പെൻഷൻ ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. നമ്മൾ പറഞ്ഞാണ് പെൻഷൻ സാലറിയിലാണ് വരിക. കാരണം അത് എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ഉള്ളതാണ്. ഒരാൾക്ക് കീഴിൽ ജോലി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനമാണ് സാലറി. അത് കഴിഞ്ഞ് റിട്ടയർ ആയിട്ട് കിട്ടുന്നതാണ് പെൻഷൻ. അപ്പൊ അതും ആ ഹെഡിൽ തന്നെയാണ് വരിക. പെൻഷൻ ടാക്സബിൾ ആണ്. എന്നാൽ ഫാമിലി പെൻഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു ഉദാഹരണത്തിന് ഒരു എംപ്ലോയി മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ വിധവക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഫാമിലി പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് സാലറി ആയിട്ടല്ല പരിഗണിക്കുക, അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. കാരണം അവിടെ ആ റിസീവ് ചെയ്യുന്ന ആൾ എംപ്ലോയറും തമ്മിൽ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. ഓക്കെ. ദെൻ നമ്പർ 8, examination remuneration to university teacher is taxable under the heading from other source. ഈ കോളേജ് അധ്യാപകർക്ക് എക്സാമിനേഷൻ റെമ്യൂണറേഷൻ കിട്ടും. ഓക്കെ. എക്സാമിനേഷൻ റെമ്യൂണറേഷൻ, പേപ്പർ വാല്യൂഷന്, അതുപോലെ തന്നെ ക്യാമ്പ് വാല്യൂഷനൊക്കെ, അതിനൊക്കെ റെമ്യൂണറേഷൻ സ്പെഷ്യൽ കൊടുക്കുന്നതാണ്. അത് അവരുടെ സാലറി ഇൻകം ആയിട്ടല്ല പരിഗണിക്കുന്നത്, അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. കാരണം അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. അത് നൽകുന്നത് വേറെ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി അല്ല അവരുടെ എംപ്ലോയർ. Then examination remuneration പറഞ്ഞു. ഇനി voluntary foregoing of salary is application of income and taxable. Voluntary foregoing of salary എന്ന് പറഞ്ഞാൽ അത് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആണ്. നമുക്ക് വരുമാനം കിട്ടി അത് ചെലവഴിച്ചു നേരിട്ട് ടാക്സിനുള്ളതൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ സാലറി ഉണ്ട്, ആ സാലറി ഒക്കെ നിങ്ങളെ വീട്ടിലെ ചെലവിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ടാക്സ് അടക്കൂല എന്ന് പറയാൻ പറ്റൂല. ടാക്സ് അടക്കണം. അതേപോലെ തന്നെ നിങ്ങളത് വീട്ടിലേക്ക് ചെലവാക്കുന്ന പോലെ തന്നെ അത് സാലറി വേണ്ടാന്ന് വെച്ചാൽ, ഇപ്പൊ എംപ്ലോയർ നിങ്ങൾക്ക് സാലറി തരുമ്പോൾ നിങ്ങൾ പറയണം എനിക്ക് സാലറി ഈ മാസം സാലറി വേണ്ടാന്ന് പറഞ്ഞാല് അത് നിങ്ങൾക്കൊരു എക്സ്ക്യൂസ് കിട്ടാൻ, നിങ്ങൾ ആ വരുമാനം ഉള്ളതായിട്ട് കാണിക്കണം, ടാക്സ് അടയ്ക്കുകയും വേണം. ഓക്കെ. എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ തരുന്ന സാലറിയാണ് നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതെങ്കിൽ ടാക്സ് അടക്കേണ്ട. കാരണം ഇൻകം ടാക്സ് നേരെ സെൻട്രൽ ഗവൺമെന്റ് അടക്കേണ്ടത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്ന സാലറി നിങ്ങൾ വേണ്ടാന്ന് വെച്ചാല് ആ വരുമാനത്തിൽ നിങ്ങൾ പിന്നെ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ 9ാമത്തെ പോയിന്റ് ഏതാ പറഞ്ഞത്? വോളണ്ടറി ഫോർഗോയിങ് ഓഫ് സാലറീസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സബിൾ. Then number 10, when salary is paid tax free, it shall be grossed up. സാലറി നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് തന്നു എന്ന് പറഞ്ഞാൽ ടാക്സ് പിടിച്ചതിന് ശേഷം തരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗ്രോസ് അപ്പ് ചെയ്യണം. അതായത് TDS എന്ന് പറയില്ലേ, TDS, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. TDS പിടിക്കും. സാലറിയുടെ എംപ്ലോയീസിന്റെ കേസിലൊക്കെ സാധാരണ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഒക്കെ TDS പിടിക്കാറുണ്ട്. അതായത് ഒരു വർഷത്തിൽ എത്ര വരുമാനം ഉണ്ടാവുക എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്ത് അതിന്റെ ബേസിലാണ് ടാക്സ് ഒരു മാസം എത്ര അടക്കേണ്ടി വരും, ചില ഓരോ മാസം അത് പിടിക്കും. അങ്ങനെ പിടിച്ചിട്ട് ഇനി ആ TDS അടച്ചതിന്റെ ബാക്കി എന്തെങ്കിലും അടക്കാനുണ്ടെങ്കിൽ പിന്നെ അടച്ചാൽ മതി. പിന്നെ ഇയർലി നമ്മൾ ടാക്സ് അടക്കുന്ന സമയത്ത് ഇയർലി നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഓൾറെഡി TDS അടച്ചിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. അപ്പൊ TDS ഉണ്ടെങ്കിൽ നമ്മൾ ഇൻകം കാണുമ്പോൾ, ടാക്സബിൾ ഇൻകം കാണുമ്പോൾ നമ്മുടെ സാലറി, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ സാലറി 50,000 ആണെന്ന് കരുതാം. അതിൽ TDS ആയിട്ട് 5,000 പിടിച്ചിട്ട് 45,000 ആണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയത്. പക്ഷെ നിങ്ങൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്
45,000 അല്ല, 50,000 ആണ്. 50,000 ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഇൻകം. ഓക്കെ, നിങ്ങളുടെ ഗ്രോസ് ഇൻകം ആണ് എപ്പോഴും ഇൻകം ടാക്സ് കാണിക്കേണ്ടത്. എന്നിട്ട് ആ ഗ്രോസ് ഇൻകം കാണിച്ചിട്ട് അതിന് ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അവസാനം അതിൽ നിന്ന് ടാക്സ് ഓൾറെഡി അടച്ചത് മൈനസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പോ ഗ്രോസ് അപ്പ് ചെയ്യണം. അപ്പൊ ആ ഗ്രോസിംഗ് അപ്പ് ചെയ്യേണ്ടത് എന്തിനാണ്? ടാക്സ് ഓൾറെഡി പിടിച്ചിട്ടുണ്ട്, TDS പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗ്രോസ് അപ്പ് ചെയ്യണം. അതുപോലെ വേറെ എന്തെങ്കിലും എമൗണ്ടുകൾ നിങ്ങളുടെ അടുത്ത് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഗ്രോസ് അപ്പ് ചെയ്യണം. അതായത് പ്രോവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ പിടിച്ചിട്ടുണ്ട്, ടാക്സ് പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള പിടുത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഇൻകം കാണിക്കാൻ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 കോടി ലോട്ടറി അടിച്ചു എന്ന് കരുതാം. 1 കോടി ലോട്ടറി അടിച്ചാൽ നിങ്ങളുടെ കയ്യിൽ 1 കോടി കിട്ടുമോ? ഇല്ല. അതിന്റെ ടാക്സ് 30% ടാക്സ് പിടിച്ച് ബാക്കി 70 ലക്ഷം കിട്ടുള്ളൂ. വേറെയും ടാക്സുകൾ വേറെ ഉണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റം സർചാർജ് ഒക്കെ വേറെ ഉണ്ടാവും. അപ്പൊ ഇത് മിനിമം 70 ലക്ഷം നിങ്ങൾക്ക് മാക്സിമം കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ വരുമാനമായിട്ട് കാണിക്കേണ്ടത് എത്രയാണ്? ആ വർഷത്തെ നിങ്ങളുടെ വരുമാനമായിട്ട് കാണിക്കേണ്ടത് ലോട്ടറി എന്ന് പറഞ്ഞിട്ട് 1 കോടിയെ കാണിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് അവസാനം അത് കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് ലാബിലിറ്റി ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഓൾറെഡി അടച്ച ടാക്സ് അതിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ വേറെ ടാക്സ് ഒന്നും വരില്ല. ഓൾറെഡി അടച്ച TDS തന്നെ വരുള്ളൂ, പിന്നീട് ടാക്സ് വരില്ല. പക്ഷെ നിങ്ങൾ ഇൻകം കാണിക്കുമ്പോൾ എന്ത് കാണിക്കണം? ഗ്രോസ് എമൗണ്ട് കാണിക്കണം. അതുപോലെ തന്നെ സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എമൗണ്ട് നിങ്ങളിൽ നിന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ, പ്രോവിഡന്റ് ഫണ്ടിലേക്കുള്ളത്, പെൻഷൻ സ്കീമിലേക്കുള്ളത്, ഇങ്ങനെയുള്ളതൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ആ പിടിച്ചതൊക്കെ അതിലേക്ക് കൂട്ടിയിട്ട് വേണം നിങ്ങളുടെ ഇൻകം കാണിക്കാൻ. അതാണ്. അപ്പൊ ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. വെൻ സാലറി ഈസ് പെയ്ഡ് ടാക്സ് ഫ്രീ ഇറ്റ് ഷുഡ് ബി ഗ്രോസ്ഡ് അപ്പ്. Then 11th one, director's remuneration is taxable under the heading of other source. Director's remuneration income for other source ilana villa. Adu salary alla, employee relationship alla. Number 12, voluntary surrender of salary for the credit of central government is exempted from tax. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വമേധയാ സാലറി വേണ്ടാന്ന് വെച്ചാൽ അത് ടാക്സബിൾ ആണെന്ന് പറയുന്നു. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് വേണ്ടാന്ന് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ടാക്സ് ഇല്ല. ക്ലിയർ അല്ലേ? സ്വമേധയാ സാലറി വേണ്ടാന്ന് വെച്ചാൽ അത് ടാക്സ് ഉണ്ട്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സാലറിയാണ് വേണ്ടാന്ന് വെച്ചാൽ അതിന് ടാക്സ് ഇല്ല. ദെൻ അടുത്ത പോയിന്റ് 13, ഡ്യൂ ഡേറ്റ്സ് ഓഫ് സാലറി. സാലറിയുടെ ഡ്യൂ ഡേറ്റ് ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് എംപ്ലോയീസിന് 1st of next month ആണ് നോർമലി സാലറി ഡ്യൂ ആവാറുള്ളത്. എന്നാൽ ബാങ്ക് ആൻഡ് നോൺ ഗവൺമെന്റ് ബോഡീസ് ലാസ്റ്റ് ഓഫ് ദി സെയിം മന്ത് ആണ്. അതായത് ആ മാസം അവസാനം ഉണ്ടാവാം, 31st or 30th of the month എന്നതിന് സാധാരണ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഗവൺമെന്റ് എംപ്ലോയീസിൻ്റെ നെക്സ്റ്റ് മന്തിൽ 1st day ആണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് സാലറി എന്നുള്ള ചാപ്റ്റർ, അതിലെ ബേസിസ് ഓഫ് ചാർജ് സെക്ഷൻ 15, ഡെഫിനിഷൻ സെക്ഷൻ 17, അതുപോലെ സം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് റിഗാർഡിംഗ് സാലറി, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി സാലറി ഇൻകം നിങ്ങൾക്ക് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം. കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സാലറി എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ എമൗണ്ട് ആയിട്ടല്ല ഒരാൾക്ക് കിട്ടുക. നിങ്ങൾക്കറിയാം, സാലറി എന്ന് പറഞ്ഞിട്ട് ഒറ്റ എമൗണ്ട് ആയിട്ടാണോ കിട്ടുക? അല്ല, അതിൽ പല സംഭവങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാ ഉണ്ടാവുക? ബേസിക് സാലറി എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ഉണ്ടാവും, പിന്നെ DA ഉണ്ടാവും അല്ലെ, ഒരുപാട് തരത്തിലുള്ള അലവൻസുകൾ ഉണ്ടാവും. DA, HRA, ട്രാവലിംഗ് അലവൻസ്, അങ്ങനെ ഒരുപാട് അലവൻസുകൾ, പല പേരിൽ അലവൻസുകൾ ഉണ്ടാവും. പിന്നെ പെർക്വിസിറ്റ്സുകൾ ഉണ്ടാവും. പെർക്വിസിറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു, സൗകര്യങ്ങൾ ചെയ്തു തരാം. പെർക്വിസിറ്റ്സ് അതും അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, അതും ടാക്സിബിൾ ആണ്. അതെന്തിനാന്ന് വെച്ചാല് സാലറി ആയിട്ട് നമ്മൾ വാങ്ങാതെ, ക്യാഷ് ആയിട്ട് വാങ്ങാതെ മറ്റു സൗകര്യങ്ങളായിട്ട് വാങ്ങുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ വാങ്ങി ഇൻകം ടാക്സ് അതോറിറ്റി പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെർക്വിസിറ്റും ടാക്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സാലറി ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷൻ ഈ ഒരു സ്റ്റെപ്പ് ഓർത്ത് വെക്കുക. ബേസിക് സാലറി ആദ്യം എടുത്തിരുന്ന നമുക്കറിയാം, ഒരു കൊല്ലത്തിലാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഒരു വർഷത്തേക്കുള്ള വരുമാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സാലറി കാണുമ്പോൾ ബേസിക് സാലറി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക മന്ത്ലി ആയിരിക്കും മിക്കവാറും തന്നിട്ടുണ്ടാവുക. മന്ത്ലി ആണ് പെർ മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതെന്ത് ചെയ്യണം? അതിനെ ഇൻറ്റു 12 ചെയ്യണം. സോ ബേസിക് സാലറി ഇൻറ്റു 12 ചെയ്തിട്ട് എഴുതാം. 12 കൊണ്ട് ഗുണിച്ച് ചെയ്ത ബേസിക് സാലറി. പിന്നെ അടുത്തത് ബോണസ്. ബോണസ് സാധാരണ ഇങ്ങനെ പെർ മന്ത് എന്ന് പറഞ്ഞിട്ട് തരാറില്ല. ബോണസ് എപ്പോഴും ലാഭമൊക്കെ ഉണ്ടാവുമ്പോൾ, കൂടുതൽ ലാഭമൊക്കെ ഉണ്ടാവുമ്പോൾ കമ്പനി എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് ബോണസ്. അപ്പൊ ബോണസ് എത്രയാണോ കിട്ടിയത് ആ കിട്ടിയ എമൗണ്ട് എഴുതാം. ദെൻ കമ്മീഷൻ. കമ്മീഷൻ ചിലപ്പോൾ ഫിക്സഡ് ആയിട്ട് ഉണ്ടാവും, പെർ മന്ത് ചിലപ്പോൾ തരാം, അല്ലെങ്കിൽ ടേൺ ഓവറിന്റെ എത്ര ശതമാനം എന്ന് പറഞ്ഞിട്ട് തരാം. എങ്ങനെയാണെങ്കിലും കമ്മീഷൻ ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, കമ്മീഷൻ ഫിക്സഡ് എമൗണ്ട് പെർ മന്ത് ആണെങ്കിലും ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ദ ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അത് ഫുള്ളി ടാക്സബിൾ തന്നെയാണ്. ഇനി അടുത്തത് അലവൻസ് ആണ്. അലവൻസിൽ ടാക്സബിൾ ഉണ്ട്, ടാക്സ് ഫുള്ളി എക്സംപ്റ്റഡ് ഉണ്ട്, പാർട്ടി ടാക്സബിളും ഉണ്ട്. ഇതിൽ 3 വിധ അലവൻസുകളുണ്ട്. അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലവൻസ് എന്ന് പറഞ്ഞാൽ സാലറിക്ക് പുറമെ ക്യാഷ് ആയിട്ട് തന്നെ എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ് അലവൻസ്. ഒരു പ്രത്യേക ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഉദാഹരണത്തിന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ബില്ലടക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് മെഡിക്കൽ അലവൻസ് എന്ന് കൊടുക്കും. ഓക്കെ, ട്രാവലിങ്ങിന് കൊടുക്കുന്നതാണ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറയാം. അങ്ങനെ ഓരോന്ന്, ലഞ്ചിനാണെങ്കിൽ ലഞ്ച് അലവൻസ്, ഇങ്ങനെ പല പേരിൽ അലവൻസുകൾ ഉണ്ടാവും. വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് അതിന്റെ വാടക അടയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ ഹൗസ് റെന്റ് അലവൻസ്, HRA. ഓക്കെ, പിന്നെ ഇവിടെ ഡിയർനെസ് അലവൻസ്, അതൊരു അലവൻസ് ആണ്. അത് നമ്മുടെ ഡിയർനെസ് അലവൻസിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ജീവിത ചെലവുകൾ ഇങ്ങനെ കൂടുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിയർനെസ് അലവൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് DA കൂട്ടി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പല പേരുള്ള അലവൻസുകൾ ഉണ്ടാവും. ഈ അലവൻസിൽ ചില അലവൻസുകൾ എക്സംപ്റ്റഡ് ആണ്, എന്നാൽ മിക്കവാറും അലവൻസുകളൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ്. എന്നാൽ കുറച്ച് അലവൻസുകൾ പാർട്ട്ലി ടാക്സബിൾ ആണ്. HRA പോലുള്ള ചില അലവൻസുകൾ പാർട്ട്ലി ടാക്സബിൾ ആണ്. ഈ പാർട്ട്ലി ടാക്സബിൾ തന്നെ 2 കേസ് ഉണ്ട്. ഒരു ഫിക്സഡ് എമൗണ്ട് മാത്രം എക്സംപ്റ്റഡ് ആയിട്ടുള്ളതുണ്ട്, എന്നാൽ എത്രയാണോ ചെലവാക്കുന്നത് അത്ര എക്സംപ്റ്റഡ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ 2 തരം പാർട്ട്ലി അലവൻസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അതിനു മുമ്പ് ഈ കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറിന്റെ ഈ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബേസിക് സാലറി, ബോണസ്, കമ്മീഷൻ, അലവൻസസ്, പെർക്വിസിറ്റ്സ്. എന്താ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാല്? പെർക്വിസിറ്റ് നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞു. എന്താ പെർക്വിസിറ്റ്? സാലറിക്ക് പുറമെ കൊടുക്കുന്ന കാര്യങ്ങൾ. എന്താ എക്സാമ്പിൾ പറയാൻ പറ്റുമോ പെർക്വിസിറ്റിന്? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ? കമ്പനി വക കാറോ, അല്ലെങ്കിൽ കമ്പനി വക കാർ യൂസ് ചെയ്യാൻ കൊടുക്കാണ്. യാത്ര ചെയ്യാനൊക്കെ കാർ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് പെർക്വിസിറ്റ് ആയിട്ട് വരില്ല. കാരണം അത് നമുക്കൊരു ബെനിഫിറ്റ് ഇല്ല. അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് തരുന്നതാണ്, അല്ലെ? ജോലിയുടെ ഭാഗം അല്ലാതെ നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി വല്ലതും തരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സാലറി ഇനത്തിൽ വരും. ഒരു കാറ് നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തരികയാണ്, ഓക്കെ, അത് പെർക്വിസിറ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് താമസിക്കാൻ വീട് തരികയാണ്, പെർക്വിസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ. പെർക്വിസിറ്റ് ക്യാഷ് ആയിട്ട് തരില്ല, സൗകര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചികിത്സിക്കാൻ ഹോസ്പിറ്റൽ സൗകര്യം തരുന്നുണ്ട്. അസുഖം വന്നാൽ നിങ്ങൾ കമ്പനിയുടെ സ്വന്തം ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ പോയി ചികിത്സിക്കാം. ഓക്കെ, അപ്പൊ അത് പെർക്വിസിറ്റ് ആണ്. എന്നാൽ നിങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ അലവൻസ് തരികയാണെങ്കിൽ, മെഡിക്കൽ അലവൻസ് പറഞ്ഞാൽ അത് ക്യാഷ് ആയിട്ട് തരികയാണ്, അത് അലവൻസ് ആണ്. അലവൻസും പെർക്വിസിറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. അലവൻസ് ക്യാഷ് ആയിട്ടാണ് തരിക, പെർക്വിസിറ്റ് സൗകര്യങ്ങളായിട്ടാണ് തരിക, ഫെസിലിറ്റീസ് ആയിരിക്കും. ഓക്കെ, രണ്ടും റെമ്യൂണറേഷൻ ഗിവൺ ബൈ എംപ്ലോയർ ടു എംപ്ലോയി ആണ്. ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആണ് അലവൻസ്, ഇൻ ദ ഫോം ഓഫ് ഫെസിലിറ്റീസ് ആണ് പെർക്വിസിറ്റ്. ദെൻ അടുത്തത്, ഈ പെർക്വിസിറ്റ് ഇതുപോലെ തന്നെ ടാക്സബിൾ ഉണ്ട്, പിന്നെ പാർട്ട്ലി ടാക്സബിൾ ഉണ്ട്, ഫുള്ളി ടാക്സബിൾ ഉണ്ട്, ഫുള്ളി എക്സംപ്റ്റഡ് ഉണ്ട്. പെർക്വിസിറ്റ്, ചില പെർക്വിസിറ്റുകൾ ഫുള്ളി ടാക്സബിൾ ആണ്. ഉദാഹരണത്തിന് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഒക്കെ, താമസിക്കാൻ വീട് തരുന്നുണ്ടെങ്കിൽ ആ വീടിന് എത്ര വാല്യൂ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് അത്രയും എമൗണ്ട് നമുക്ക് ടാക്സബിൾ ആണ്.
ഇത്ര എമൗണ്ട് ടാക്സബിൾ എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ഇൻകം ആണ്. ടാക്സബിൾ ഇൻകത്തിന്റെ അവസാനം ടാക്സ് റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ അവസാനം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ അത് ടാക്സബിൾ ആണ്. അതുപോലെ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എംപ്ലോയർ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ടാക്സബിൾ ആണ്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് എംപ്ലോയർ അടക്കാണ്, അതൊരു പെർക്വിസിറ്റ് ആണ്, അത് ടാക്സബിൾ ആണ്, ഫുൾ എമൗണ്ട് ടാക്സബിൾ ആണ്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ജോലിക്കാർക്കുള്ള ശമ്പളം എംപ്ലോയർ കൊടുക്കാണ്, വീട്ടിലെ ഗ്യാസിന്റെ ബില്ല് എംപ്ലോയർ കൊടുക്കാണ്. അങ്ങനെ നമ്മുടെ വീട്ടില് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ, നമ്മുടെ LIC പ്രീമിയം എംപ്ലോയർ അടക്കാണ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പൊ അതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ്. എന്നാൽ ചിലത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില പെർക്വിസിറ്റുകൾ ഉണ്ടാവും, അതൊക്കെ ടാക്സ് ഫ്രീ ആണ്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു കാറ് കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ട് തരികയാണ്, അത് അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ അല്ല, ടാക്സ് ഫ്രീ ആണ്. ഓക്കെ. അതുപോലെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഫ്രീ റിഫ്രഷ്മെന്റ്, ഓക്കെ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ടാക്സ് ഫ്രീ ആണ്. പിന്നെ താമസിക്കാനുള്ള സൗകര്യം തന്നെ കമ്പനിയുടെ ഉള്ളിൽ തന്നെയാണ്, കമ്പനിക്ക് അകത്ത് തന്നെ അവിടെ ജോലി സ്ഥലത്ത് തന്നെ താമസം ഉണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്, അതിന് ടാക്സ് ഇല്ല. ജോലി സ്ഥലത്ത് അതാണ് ജോലി അത്രയ്ക്കും അത്യാവശ്യമായതുകൊണ്ട് ആ ജോലി സ്ഥലത്ത് തന്നെ നമ്മൾ താമസിക്കാം. ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു താമസ സൗകര്യമാണത്. ഓക്കെ. അപ്പൊ ജോലി സൈറ്റിൽ തന്നെയാണ് താമസ സൗകര്യം എന്നുണ്ടെങ്കിൽ അതൊക്കെ ടാക്സ് ഫ്രീ ആണ്. അതുപോലെ ജോലി സ്ഥലത്ത് വെച്ച് കിട്ടുന്ന ചെറിയ സ്നാക്സ്, ടീ, ഇതൊക്കെ ടാക്സ് ഫ്രീ ആണ്. അപ്പൊ ടാക്സ് ഫ്രീ ഏതൊക്കെയാണ്, ടാക്സബിൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അല്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങളായിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആണ്. ഇതിനടുത്തത് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പ്രൊവിഡന്റ് ഫണ്ട്? പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നൊക്കെ പറയാറില്ലേ? സാധാരണ തൊഴിലാളികളൊക്കെ അവരുടെ PF എത്ര പോകുന്നുണ്ടെന്ന് പറയും. സാലറി ഗവൺമെന്റ് സ്റ്റാഫുകളൊക്കെ പറയും PF എത്ര പിടിക്കുന്നുണ്ട്, അല്ലെ? PF എത്ര പിടിക്കുന്നുണ്ടെന്നാണ് പ്രൊവിഡന്റ് ഫണ്ട്. നമ്മൾ ഭാവിയിൽ റിട്ടയർ ചെയ്തിട്ടുമ്പോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫണ്ടിലേക്ക് നമ്മളൊരു സേവിങ് ആയിട്ട് അതിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. അത് ഗവൺമെന്റ് പിടിക്കില്ല, അത് നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി, നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് മുന്നേ നമുക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ അതിൽ നിന്ന് ലോൺ എടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PF കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മുടെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ സാലറി ആയിട്ട് പരിഗണിക്കൂല, കാരണം അത് നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നമ്മൾ അതിലേക്ക് മാറ്റി വെക്കല്ലേ. ഓക്കെ. അത് ഓൾറെഡി സാലറിയിൽ കണക്ക് കൂട്ടിയതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ 50,000 നിങ്ങളുടെ സാലറി, അതിൽ 5,000 PF പോയിട്ടുണ്ടെങ്കിൽ 50,000 തന്നെ നിങ്ങളുടെ സാലറി ആയിട്ട് കാണിക്കാം. പിന്നെ PF പോയ എമൗണ്ട് അവിടെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒന്നും അവിടെ നിങ്ങൾക്ക് കൂട്ടൂല. ഓക്കെ. എന്നാൽ PF എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഒരു 5,000 രൂപ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ സാലറിയിൽ വരും. പക്ഷെ ചില PF ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള PF ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, അതിലേക്ക് ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ടാക്സ് ഇല്ല. ഗവൺമെന്റ് അതിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്താലും എംപ്ലോയി ടാക്സ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ. അതുപോലെ റെക്കഗ്നൈസ്ഡ് ഇൻകം ടാക്സ് കമ്മീഷൻ അംഗീകരിച്ച പ്രൊവിഡന്റ് ഫണ്ടാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അതിലേക്കുള്ള കോൺട്രിബ്യൂഷനും ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ് വരെ എക്സെപ്റ്റഡ് ആണ്. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ടാക്സ് ഉള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രൊവിഡന്റ് ഫണ്ട് പഠിക്കാം. സോ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും സാലറിയിൽ വരും. അതിൽ ചിലതിലൊക്കെ ടാക്സിന്റെ മാറ്റങ്ങൾ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തതാണ് അരിയർ സാലറി, അഡ്വാൻസ് സാലറി. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അരിയർ സാലറി നമുക്ക് കിട്ടാതെ അല്ലേ, ഒന്നിച്ച് കിട്ടുന്നതാണ്. അക്യുമുലേറ്റഡ് ആയിട്ട് ഒന്നിച്ച് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വർക്ക് ചെയ്തതിന്റെ സാലറി ഇപ്പൊ കിട്ടുകയാണ്, അതാണ് അരിയർ സാലറി. അപ്പൊ അതിന് ടാക്സ് ചെയ്യണം. അഡ്വാൻസ് സാലറി പറഞ്ഞാൽ നമുക്ക് ഇനി വരാനുള്ള ജോലിക്കുള്ളത് അഡ്വാൻസ് ആയിട്ട് കിട്ടുകയാണ്. ഓക്കെ. അഡ്വാൻസ് സാലറി ഇപ്പൊ ഓണം പ്രമാണിച്ചൊക്കെ അഡ്വാൻസ് സാലറി കൊടുത്തിരുന്നു എംപ്ലോയീസിന്, അല്ലേ? അപ്പൊ അതൊക്കെ ടാക്സബിൾ ആണ്. ദെൻ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയും ഇതിൽ വരും, ടാക്സബിൾ ആണ്. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്നാൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന കോമ്പൻസേഷൻ, അതുപോലെ
ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന സാലറി, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം എംപ്ലോയർ പിന്നീട് പെൻഷൻ ഒന്നും അല്ലാതെ വേറെ രീതിയിൽ എന്തെങ്കിലും റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ വരും. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയുടെ ഡെഫിനിഷൻ നമുക്ക് അവസാനം പഠിക്കാനുണ്ട്. അതുപോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ, റിട്ടയർമെന്റിന് ശേഷം കിട്ടുന്ന പെൻഷൻ, നമ്മൾ പറഞ്ഞ പെൻഷൻ, ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷന്, പിന്നെ വളണ്ടറി VRS കോമ്പൻസേഷൻ, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം കോമ്പൻസേഷൻ, റീട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ, ലീവ് എൻകാഷ്മെന്റ്. റിട്ടയർമെന്റിന് ശേഷം നമ്മൾ ലീവ് എൻകാഷ്മെന്റ് റിട്ടയർമെന്റിന് ശേഷം എടുക്കുകയാണെങ്കിൽ അതൊക്കെ ടാക്സബിൾ ആണ്. അതിലൊക്കെ ചില എക്സംഷൻ ലിമിറ്റുകളുണ്ട്, അത് ബാധകമാണ്. ഗവൺമെന്റ് എംപ്ലോയീസിനാണെങ്കിൽ മിക്കവാറും എക്സംപ്റ്റഡ് ആണ്, ബാക്കിയുള്ളവർക്കാണ് ഇതിലൊക്കെ ടാക്സ് വരുന്നത്. പെൻഷൻ ഗവൺമെന്റ് എംപ്ലോയിക്കും നോൺ ഗവൺമെന്റ് എംപ്ലോയിക്കും ഒരുപോലെ ടാക്സബിൾ ആണ്. സോ ഇത്രയാണ് നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറിയുടെ ഭാഗമായിട്ട് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പിക്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഇനി ഓരോന്നായിട്ട് അതിന്റെ റൂൾസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും ഡിസ്കസ് ചെയ്യാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി, ബേസിക് സാലറി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ 12 കൊണ്ട് ഗുണിച്ചിട്ട്, അല്ലെ 12 മാസത്തേക്കുള്ള കാണാം. ബോണസ് അതുപോലെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ആ എമൗണ്ട് എടുത്ത് എഴുതാം. ഓക്കെ, ഇത് കമ്മീഷൻ തന്നിട്ടുണ്ടാവും, ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. ദെൻ പിന്നെ അലവൻസ് ആണെങ്കിൽ നമുക്ക് അതിൽ പലതരം അലവൻസുകൾ ഉണ്ട്. അപ്പൊ അത് ഏത് അലവൻസ് ആണെന്ന് വെച്ചാൽ ടാക്സബിൾ ആണെങ്കിൽ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. അലവൻസ് ഏതൊക്കെ വിധമാണ്, എന്താണ് അലവൻസ് എന്നാണ് ഇനി പറയുന്നത്. അലവൻസ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഇൻ ക്യാഷ് മെയ്ഡ് ബൈ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി മന്ത്ലി അതർ ദാൻ സാലറി, ഇറ്റ് ഈസ് കോൾഡ് അലവൻസ്. അലവൻസ് സാധാരണ മന്ത്ലിയെ കൊടുക്കാറുള്ളത്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ഡിയർനെസ് അലവൻസ്, ഇങ്ങനെ പല പേരുകളിലായിട്ട് അലവൻസ് ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേക പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതാണ് അലവൻസ്. അലവൻസുകൾ നമുക്ക് 3ആയി തിരിക്കാം. ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അലവൻസുകൾ 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഫുള്ളി ടാക്സബിൾ അലവൻസ്, പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആൻഡ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. ഫുള്ളി ടാക്സബിൾ അലവൻസുകൾ ഏതൊക്കെയാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫുള്ളി ടാക്സബിൾ, താഴെ പറയുന്ന അലവൻസുകളൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, ഏതൊക്കെയാണത്? ഒന്ന് ഡിയർനെസ് അലവൻസ്. നമ്മളിത് പറഞ്ഞു, ഡിയർനെസ് അലവൻസ് പറഞ്ഞാല് ഈ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടിത്തരുന്നതാണ് DA. സാധാരണ നമുക്ക് എത്ര ശതമാനം DA എന്നൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? ബേസിക് സാലറി ഇത്രേ, അതിന്റെ എത്ര ശതമാനം DA, ബേസിക് സാലറിന്റെ എത്ര ശതമാനമാണ് DA ഉണ്ടാവാറുള്ളത്. ഈ ബേസിക് സാലറിയുടെ ഭാഗമായി പരിഗണിക്കപ്പെടുന്ന DA ഉണ്ട്. അതായത് റിട്ടയർമെന്റിന്റെ സമയത്തൊക്കെ ബേസിക് പേ മാത്രമാണ് കൂട്ടുക. അതായത് റിട്ടയർമെന്റിന് പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനേ, അതുപോലെ മറ്റു റിട്ടയർമെന്റ് ബെനിഫിറ്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനേ സാധാരണ ഈ മറ്റ് അലവൻസുകളൊന്നും കൂട്ടൂല, ബേസിക് സാലറി മാത്രമേ കൂട്ടാറുള്ളൂ. എന്നാൽ DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ആസ് പെർ ടേംസ് ഓഫ് എഗ്രിമെന്റ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ആയിട്ട് പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കോൺട്രാക്ട് പ്രകാരം ആ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആസ് പെർ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് DA ബേസിക് പേയുടെ ഭാഗമായി പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് പറയാം. അല്ലെങ്കിൽ DA ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയും. അതിന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് അത് പരിഗണിക്കുന്നത് കൊണ്ടാണ് DA ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയാം. അപ്പോൾ DA ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നോ DA ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നോ എന്നൊക്കെ പറയുന്നതിനാണ് ഡിയർനെസ് പേ എന്ന് പറയാം. അതിനെ ചുരുക്കി ഡിയർനെസ് പേ എന്ന് പറയും. ഓക്കെ, സോ ഡിയർനെസ് പേ ആണെങ്കിലും ഡിയർനെസ് അലവൻസ് ആണെങ്കിലും ഒക്കെ ഇൻകം ടാക്സിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. സാലറി ഇൻകത്തിൽ അത് ടാക്സബിൾ ഇൻകം ആണ്. പക്ഷെ ഡിയർനെസ് മാത്രം കൺസിഡർ ചെയ്യേണ്ട ചില കാൽക്കുലേഷൻസ് നമുക്കുണ്ട്. ഓക്കെ, ആ കാൽക്കുലേഷൻസ് വരുമ്പോൾ അത് മനസ്സിലാക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് ഉണ്ട്, ഡിയർനെസ് പേ ഉണ്ട്. ഡിയർനെസ് പേ എന്ന് പറഞ്ഞാൽ ആ ഡിയർനെസ് അലവൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബേസിക് സാലറിയുടെ ഭാഗമാണ്. ബേസിക് സാലറിയുടെ ഭാഗമായിട്ടുള്ള DA ആണ് ഡിയർനെസ് പേ എന്ന് പറയാം.
ഓക്കെ. അടുത്തത് ഇന്ററിം റിലീഫ് അലവൻസ്. ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ അലവൻസ് കൊടുക്കുന്നത് ഫുള്ളി ടാക്സിബിൾ ആണ്. CCA ഫുള്ളി ടാക്സിബിൾ ആണ്. CCAന്റെ ഫുള്ള് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ്. സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മറ്റു റൂറൽ ഏരിയയിൽ താമസിക്കുന്നതിനേക്കാൾ ജീവിത ചെലവ് ഇപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അലവൻസ് കൊടുക്കുക, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. അതിനാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയാം. നിങ്ങൾ വോയിസ് ക്ലിയർ അല്ലേ? ആരോ കമന്റ് ചെയ്ത് കണ്ടോ? വോയിസ് ക്ലിയർ ആണോ? വോയിസ് ബ്രേക്ക് ഉണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആണ്. ഓക്കെ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ടാക്സിബിൾ അലവൻസസ് ആണ്. ഫുള്ളി ടാക്സിബിൾ അലവൻസിൽ വരുന്ന DA, ഇന്ററിം റിലീഫ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, അടുത്ത പ്രോജക്റ്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, സെർവന്റ് അലവൻസ്, പ്രോക്ചർ വാർഡൻഷിപ്പ് അലവൻസ്, then deputation allowance, overtime allowance, marriage allowance, non-practicing allowance, family allowance, lunch or dinner allowance or refreshment allowance, special allowance, holiday trip allowance, festival allowance, entertainment allowance, transport allowance. ഇതിൽ നിങ്ങൾ എല്ലാ അലവൻസിന്റെ പേരും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിൽ 5-6 പഠിച്ചു വെക്കുക. സാധാരണ എക്സാമിന് ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറുള്ള പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറയുന്നത് DA ഉണ്ടാവാറുണ്ട്, CC ഉണ്ടാവാറുണ്ട്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, മെഡിക്കൽ അലവൻസ് ഉണ്ടാവാറുണ്ട്, പിന്നെ ഓവർ ടൈം അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ്, ലഞ്ച് അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്. ഓക്കെ, ഇതൊക്കെ സാധാരണ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ ഫുള്ളി ടാക്സബിൾ അലവൻസുകളാണ്. അലവൻസുകളിൽ പാർട്ട്ലി ടാക്സബിളും എക്സംപ്റ്റഡും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ വരാത്ത എല്ലാ അലവൻസും ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി വേറെ എന്തെങ്കിലും പുതിയ ഐറ്റം, പുതിയ പേരിൽ അലവൻസ് കണ്ടാൽ അതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, സോ ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്നാൽ പാർട്ട്ലി ടാക്സബിളും ഫുള്ളി എക്സംപ്റ്റഡിലും വരാത്ത എല്ലാം ഫുള്ളി ടാക്സബിൾ ആണ്. മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇതിലൊരു ഐറ്റം പ്രത്യേകം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്റർടൈൻമെന്റ് അലവൻസ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ് ഫുള്ളി ടാക്സബിൾ. ഗവൺമെന്റ് എംപ്ലോയീസിന് അതിന് ഒരു എക്സംഷൻ ഉണ്ട്, ഡിഡക്ഷൻ ഉണ്ട്. എന്റർടൈൻമെന്റ് അലവൻസ് അതിൽ നിന്നുള്ള ഡിഡക്ഷനിൽ വരുന്നുണ്ട്. അത് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. അപ്പൊ അലവൻസിൽ ഫുള്ളി ടാക്സബിൾ അലവൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അലവൻസിൽ വരുന്ന പാർട്ട്ലി ടാക്സബിൾ അലവൻസ്. പാർട്ട്ലി ടാക്സബിൾ അലവൻസ് 3 ആയിട്ട് തിരിക്കാം. ഹൗസ് റെന്റ് അലവൻസ്, സ്പെഷ്യൽ അലവൻസസ് ഒഫീഷ്യൽ ഇൻ നേച്ചർ ആൻഡ് സ്പെഷ്യൽ അലവൻസസ് പേഴ്സണൽ ഇൻ നേച്ചർ. ഇങ്ങനെ 3 ആയിട്ട് തിരിക്കാം. അതിൽ ഹൗസ് റെന്റ് അലവൻസ് ആണ് ഒന്നാമത് വരുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ജോലിക്ക് വരുന്ന ദൂരെ നിന്നാണ്, വീട്ടിലേക്ക് പോയി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാടകയ്ക്ക് വീടെടുത്ത് അല്ലെങ്കിൽ റൂം എടുത്ത് താമസിക്കുകയാണ്. അപ്പൊ അവർക്ക് അതിന്റെ വാടക അടയ്ക്കാൻ വേണ്ടി കമ്പനി അലവൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് സ്പെഷ്യൽ അലവൻസ് ഒഫീഷ്യൽ നേച്ചറിലുള്ള, അതായത് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി തരുന്ന ചില അലവൻസുകൾ. അത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചാൽ ടാക്സ് ഉണ്ടാവില്ല, പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിന് ടാക്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് യൂണിഫോം അലവൻസ്. യൂണിഫോം അലവൻസ് എന്നാൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് വരുമ്പോൾ ധരിക്കേണ്ട യൂണിഫോമിന് വേണ്ടി അത് തയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്ന അലവൻസ് ആണ്. പക്ഷെ നിങ്ങളത് ആ പൈസ നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല, നിങ്ങളുടെ പഴയ യൂണിഫോമിനെ ഉപയോഗിക്കുകയാണ്. ഈ പൈസ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഒഫീഷ്യൽ പർപ്പസിന് തരുന്ന അലവൻസുകൾ ആ പർപ്പസിന് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. പിന്നെയുള്ളത് സ്പെഷ്യൽ അലവൻസ് പേഴ്സണൽ നേച്ചർ ആണ്. പേഴ്സണൽ നേച്ചർ ആണെങ്കിൽ അത് പേഴ്സണൽ നേച്ചർ, അതായത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഇങ്ങനെയുള്ള അലവൻസുകളാണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. അതിന് പ്രത്യേക ലിമിറ്റ് പറയുന്നുണ്ട്. ആ ലിമിറ്റ് വരെ എക്സംപ്റ്റഡ് ആണ്. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ടാക്സബിൾ ആയിരിക്കും.
അതിൽ ആദ്യത്തേത് HRA ആണ്. HR വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ HRA ഒന്നുകിൽ തിയറി ആയിട്ട് ചോദിക്കാൻ പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ essay ക്വസ്റ്റ്യനിൽ HRA ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ എല്ലാ essayയിലും വരാം, പിന്നെ തിയറി ആയിട്ട് വേറെയും വരാം. അതുകൊണ്ട് HRA വളരെ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. HRA എന്ന് പറഞ്ഞാൽ ഹൗസ് റെന്റ് അലവൻസ് ആണ്. ഓക്കെ, ഹൗസ് റെന്റ് അലവൻസ്. ഇതിൽ HRA is exempted subject to the least of the following. HRA fully taxable അല്ല, പാർട്ടി taxable ആണ് നമ്മൾ പറഞ്ഞു. അത് എത്രയാണ് അതിന്റെ എക്സംഷൻ കിട്ടുക എന്നുള്ളത് താഴെ പറയുന്നതിൽ ഏറ്റവും ചെറുതാണ് എക്സംഷൻ കിട്ടുക. HRA is exempted subject to least of the following. താഴെ പറയുന്നതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് HRA exempted ആണ്. ഒന്ന്, ആക്ച്വൽ HRA received. ഒന്നാമത്തത് ആക്ച്വൽ HRA received. രണ്ട്, റെന്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. നമ്മൾ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്, അപ്പൊ അവിടെ നമ്മൾ അടയ്ക്കുന്ന റെന്റ്, ആ വർഷം അടച്ച റെന്റ് പെയ്ഡ്, ആ വർഷം അടച്ച റെന്റാണ്. മന്ത്ലി ആണ് തന്നിട്ടുണ്ടെങ്കിൽ അത് വർഷത്തേക്കായിട്ട് കാണാം. റെന്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% സാലറി, നമ്മുടെ സാലറിയുടെ 10% കൂടുതലുള്ള റെന്റാണ്. ഉദാഹരണത്തിന് നമ്മുടെ സാലറി 10 ലക്ഷമാണെന്ന് കരുതാം. അപ്പൊ അതിന്റെ 10% 1 ലക്ഷം. നമ്മൾ റെന്റ് അടച്ചത് 2 ലക്ഷം ആണെങ്കിൽ അതാണ് എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% സാലറി. 2 ലക്ഷം റെന്റ് അടച്ചിട്ടുണ്ട്, 1 ലക്ഷമാണ് സാലറിയുടെ 10%. അപ്പൊ ആ ഡിഫറൻസ് 1 ലക്ഷം അതാണ് എടുക്കേണ്ടത്. ദെൻ മൂന്നാമത്തത് 40% ഓഫ് സാലറി, സാലറിയുടെ 40%. ഇവിടെ ഈ സാലറി എന്ന് പറഞ്ഞാൽ, ഇവിടെ രണ്ടിടത്ത് സാലറി ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടില്ലേ. സാലറി എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ ഉൾപ്പെടുത്താം? നമ്മുടെ മൊത്തം സാലറി എല്ലാം എടുക്കാം. അവിടെ ബേസിക് സാലറിയും ബേസിക് സാലറിയുടെ ഭാഗമായിട്ടുള്ള DA എടുക്കാം. ബേസിക് സാലറിയും ബേസിക് സാലറിയുടെ ഭാഗമായിട്ടുള്ള DA, അതായത് DA എന്ന് വെറും DA എന്ന് പറഞ്ഞാൽ എടുക്കണ്ട, DA ബേസിക് സാലറിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, ബേസിക് സാലറിയുടെ ഭാഗമാണെന്ന് എങ്ങനെയാ പറയാ? DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് പറയാം, അല്ലെങ്കിൽ DA ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന്, അല്ലെങ്കിൽ DA ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ DA കൂടെ എടുക്കണം. ദെൻ DA മാത്രമല്ല, കമ്മീഷൻ ഒരു ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവറിൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എടുക്കണം. കമ്മീഷൻ ആസ് എ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ ഉണ്ടെങ്കിൽ അതും എടുക്കണം. സോ അത് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കേണ്ടതാണ്. HRAയുടെ കാൽക്കുലേഷനിലെ സാലറിയുടെ ഡെഫിനിഷൻ എന്താണ്? ബേസിക് സാലറി പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ഓൺ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ. ഓക്കെ, അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഹൗസ് റെന്റ് അലവൻസ് എത്രയാണ് ടാക്സ് ചെയ്യുക എന്ന് കാണുന്നത് എങ്ങനെയാണ്. അപ്പൊ ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്ന് എക്സംഷൻ മൈനസ് ചെയ്യണം. എക്സംഷൻ കാണുന്നതാണ് ഇവിടെ പറഞ്ഞത്. എക്സംഷൻ ഈസ് ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. 3 കാര്യങ്ങൾ എടുത്തെഴുതുക, അതിൽ ഏറ്റവും ചെറുതാണ് എക്സംപ്റ്റഡ്. ഒന്ന്, ആക്ച്വൽ HRA റിസീവ്ഡ്. ആക്ച്വലി നമുക്ക് റിസീവ് ചെയ്ത HRA എത്രയാണോ അത് എടുത്തെഴുതാം. രണ്ടാമതായിട്ട് എടുത്തെഴുതേണ്ടത് റെന്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി, അതായത് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. 10% സാലറിയിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ റെന്റ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എടുത്തെഴുതാം. മൂന്നാമത് എടുത്തെഴുതേണ്ടത് 40% സാലറി, സാലറിയുടെ 40%. എന്നിട്ട് മൂന്നും കമ്പയർ ചെയ്യുക, ഏറ്റവും ചെറുത് ഏതാണോ അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോ ചെറിയ എക്സംപ്റ്റഡ് ആണ്, അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് ടാക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നാൽ ഈ 40% സാലറിന്റെ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തത് നോക്കിയേ. 50% ഇൻ കേസ് ഓഫ് ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. മെട്രോപൊളിറ്റൻ സിറ്റീസ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഈ സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ അവിടെ 40%-ന് പകരം 50% ആണ് എടുക്കുക. ഓക്കെ, ഇനി അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് സാലറിയുടെ ഇക്വേഷൻ. ബേസിക് സാലറി പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. ഓക്കെ, സോ ഈ സാലറി ഇങ്ങനെ പഠിച്ചു വെക്കണം. സാലറി ഫോർ HRA ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ HRAയുടെ കാൽക്കുലേഷൻ ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് HRAയുടെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് HRAയിലെ ക്വസ്റ്റ്യൻ തരാം, ഒന്ന് ചെയ്ത് നോക്കാം. പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
നോട്ട്സ് നിങ്ങൾ അന്നാന്ന് എടുക്കുന്ന അന്നാന്ന് തന്നെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഇതുവരെയുള്ള ഏരിയ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. HR വരെയുള്ള ഇൻകം ഫ്രം സാലറിയിൽ HR വരെയുള്ളത് എഴുതിയെടുക്കാം. ഇനി HR പ്രോബ്ലംസ് ഞാൻ തരാം, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട്സ് ഒന്നുമില്ല? സർ, ഡിയർനെസ് അലവൻസ് ഒന്നുകൂടെ പറഞ്ഞുതരുമോ? ഓക്കെ, ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞത്, ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ബേസിക് സാലറി എന്ന് പറഞ്ഞൊരു സാലറി ഉണ്ടാവാറുണ്ട്. അതിന് പുറമെ ഡിയർനെസ് അലവൻസ് എന്ന് പറയും. ഡിയർനെസ് അലവൻസ് സാധാരണ ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് എംപ്ലോയീസിന്റെ ഒക്കെ അടുത്ത് നോക്കിയാൽ മതി, സാലറിയിൽ കണക്ക് ശതമാനം DA എന്നുണ്ടാവും. DA സാധാരണ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് വെച്ചാല് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റുകളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ സാലറിയിൽ ഇൻക്രിമെന്റ് എന്നുള്ള രീതിയിലാണ്. ബേസിക് സാലറിയിൽ ഒരു ഇൻക്രിമെന്റ് സാധാരണ ഉണ്ടാവും, അതിന് പുറമെ DAയിൽ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, DA ഇങ്ങനെ കൂടി വരും. പിന്നീട് DA ബേസിക് സാലറിയിൽ ഏൽപ്പിക്കുകയോ ചെയ്യാറുണ്ട്, അല്ലേ? എന്നാൽ ഈ DA ഓൾറെഡി നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കരാർ പ്രകാരം ജോയിൻ ചെയ്യുമ്പോൾ എംപ്ലോയറും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ, ആ അഗ്രിമെന്റ് പ്രകാരം പറഞ്ഞിട്ടുണ്ട് DA ബേസിക് സാലറിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് സാലറി എടുക്കുന്നിടത്തൊക്കെ ഈ DA എടുക്കേണ്ടി വരും. അതായത് ബേസിക് സാലറി എടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മൊത്തം സാലറിയുടെ എത്ര ശതമാനം എന്നല്ല കണക്കൂട്ടാം, നമ്മുടെ ബേസിക് സാലറിയുടെ എത്ര ശതമാനം കണക്കൂട്ടാം. എന്നാൽ അതിലേക്ക് DAയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ DA നമ്മൾ DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഈ DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയെ പറയുന്ന മറ്റു പേരുകളാണ്, അത് നിങ്ങൾ പ്രത്യേകം എഴുതി വെക്കണം. DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പറയുന്ന മറ്റു പേരുകളാണ് DA ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. കാരണം അത് റിട്ടയർമെന്റ് ബെനിഫിറ്റിലേക്ക് അത് കൺസിഡർ ചെയ്യുന്നുണ്ട് ആ DA ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. നമ്മുടെ എംപ്ലോയ്മെന്റ് ടേംസ് പ്രകാരം തന്നെ ആ DA ബേസിക് സാലറിയുടെ ഭാഗമായി പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് DA ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ DA enters into the terms of employment എന്നൊക്കെ പറയാം. DA enters for retirement benefit എന്നൊക്കെ പറയും. ഓക്കെ, ആ DA നമുക്ക് ഡിയർനെസ് പേ എന്ന് വിളിക്കാം. DA ബേസിക് സാലറിയുടെ ഭാഗമായിട്ടുള്ള DA ഡിയർനെസ് പേ എന്ന് വിളിക്കാം. അപ്പൊ എന്തിനായി DA ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ HRAയുടെ കാൽക്കുലേഷൻ. HRAയുടെ കാൽക്കുലേഷനിൽ സാലറി എന്ന ഡെഫിനിഷനിൽ ബേസിക് സാലറിയും DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയുമാണ് വരുന്നത്. അവിടെ വെറും DA ആണെങ്കിൽ എടുക്കണ്ട, ബേസിക് സാലറിയുടെ കൂടെ എന്ത് DA ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഏതില്? HRAയുടെ കാൽക്കുലേഷനില്. ഓക്കെ, അല്ലാതെ നമ്മുടെ സാലറി ഇൻകം എടുക്കുമ്പോൾ ബേസിക് സാലറി DA ഇതൊക്കെ എടുക്കുന്നിടത്ത് DA ഫുൾ എടുക്കും. അത് DNS പേ ആണെങ്കിലും DNS അലവൻസ് ആണെങ്കിലും ഫുൾ എടുക്കും. പിന്നെ HRAയുടെ സ്പെഷ്യൽ കാൽക്കുലേഷൻ വരുമ്പോൾ അവിടെ ബേസിക് സാലറി എടുത്താൽ അതിന്റെ കൂടെ DA എടുക്കണമെങ്കിൽ DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ആവണം. ക്ലിയർ ആണോ? ഇനി നമുക്ക് കൂടുതൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നീട് ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ സാർ. സാർ എക്സാം മാറ്റി വെക്കുവോ?